ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് EM5 കോഡ് എന്ന പെർഫ്യൂമാണ്. ഇത് അർമാനി കോഡ് പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. സോ EM5ന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഇൻസ്പയർഡ് വേർഷൻ ഓഫ് അർമാനി കോഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് സാധാരണ അർമാനി കോഡ് ആണ് എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ഇത് ഈ സാധനം കയ്യിൽ കിട്ടി അപ്ലൈ ചെയ്യുന്നവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ടിപ്പിക്കലി അർമാനി കോഡ് ഉണ്ടല്ലോ, അതാണ് എന്നുള്ളത്. പക്ഷേ ഇത് അർമാനി കോഡ് EDP ആയിട്ടാണ് കുറച്ച് സിമിലർ ആയിട്ട് തോന്നുന്നത്. സാധാരണ അർമാനി കോഡിൽ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സും സ്പൈസി നോട്ട്സും ചെറിയൊരു ടൊബാക്കോ ഹിൻറ്റും ലെതറി നോട്ട്സും ഇങ്ങനെ എല്ലാം കൂടിയൊക്കെ വരുന്ന ഒരു പെർഫ്യൂമാണ്. പക്ഷെ അർമാനി കോഡ് EDP വരുമ്പോൾ അതിലൊരു വെനില പ്ലസ് ഒരു ലാവൻഡർ, അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ചെറുതായിട്ട് എവിടേക്കോ ഒരു ഐറിസ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആ ഒരു വൈബാണ് ആക്ച്വലി ഇതിൽ കിട്ടുന്നത്. പക്ഷെ അവരുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അർമാനി കോഡ് എന്നാണ്. ഇനിയിപ്പോൾ അവർ EDP എന്ന് മെൻഷൻ ചെയ്യാൻ മറന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും അതാണ് ഫ്രാഗ്രൻസ്. ഞാൻ സ്ട്രൈറ്റ് അവേ ഫ്രാഗ്രൻസ് പറഞ്ഞതാണ്. ഇത് 2ml ആണ്. 2ml ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു നേരത്തെ, ഇപ്പം ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ വാങ്ങിയിട്ട് കുറേ നാളായി. 2023 വാങ്ങിച്ചതാണ്. ഇത് ഇങ്ങനെ കിട്ടും. അത് ഒരെണ്ണം ഒറ്റക്കായിട്ട് കിട്ടൂല. നമ്മൾ കുറച്ച് പെർഫ്യൂംസ് ഒന്നിച്ച് ചൂസ് ചെയ്തിട്ട് വാങ്ങിക്കാനാണ് പറ്റുക. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇനി നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു ഗ്രീൻ കളർ ജ്യൂസാണ്. ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പല ഒക്കേഷൻസിലേക്കും യൂസ് ചെയ്ത് പോയ ഒരു പെർഫ്യൂമാണ്. ഓക്കെ, കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്നിഫ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് അർമാനി കോഡ് EDPന്റെ ഫ്രാഗ്രൻസ് തന്നെയാണ്. നല്ല സിമിലർ ആയിട്ട് തോന്നുന്നുണ്ട് അർമാനി കോഡ് EDP ആയിട്ട്. ഞാൻ ഇതിന് മുന്നേ റിവ്യൂ ചെയ്ത് പല EM5 പെർഫ്യൂംസും സിമിലർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇത് കുറച്ച് സിമിലർ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതായത് ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു വെനില നോട്ട്സ് ഫീൽ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊരു സ്വീറ്റ് ഹിൻറ്റും പിന്നെ ഒരു ലാവൻഡർ നോട്ട്സും. അതിൽ തന്നെ ഈ ലാവൻഡറും വനിലയും കൂടി വരുമ്പോഴുള്ള നമുക്ക് ചെറുതായിട്ട് നമ്മളെ ഡിയോർ ഹോം സ്പോട്ട് പെർഫ്യൂം എന്നൊക്കെ കിട്ടുന്ന പോലെ ഒരു കൈൻഡ് ഓഫ്, അതല്ലെങ്കിൽ പ്രാഡാലോം എന്നൊക്കെ വരുന്ന ആ ഒരു ചെറുതായിട്ടൊരു ഐറിസ് ടച്ച് വരുന്ന പോലെ, ഒരു വയലറ്റ് ഐറിസ്, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു വൈബും ഇതിനുള്ളിൽ വരുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഓഫീസ് പെർഫ്യൂമാണ് ഇത്. അർമാനി കോഡിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഈ EM5 കോഡ്. ഫ്രാഗ്രൻസിന് നമുക്ക് എന്താ പറയുക, അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഷെനേൽ അല്ലൂറിന്റെ ഇൻസ്പയർഡ് പറഞ്ഞിരുന്നു അത് ഫ്രാഗ്രൻസ് അത്ര മാച്ചിങ് അല്ല, പക്ഷെ അത് നല്ലോണം നിന്നിരുന്നു എന്നുള്ളത്. ഇത് ഫ്രാഗ്രൻസ് വളരെ മാച്ചിങ് ആണ്, പക്ഷെ അത് തീരെ നിൽക്കുന്നില്ല. ഇതൊരു 30 മിനിറ്റ്സിന്റെ ലെവലിലുള്ള ഒരു പ്രൊജക്ഷനെ ഈ പെർഫ്യൂമിൽ കിട്ടുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം എവിടെ അപ്ലൈ ചെയ്തതെന്ന് നമ്മൾ ശരിക്കും വളരെ ക്ലോസ് ആയിട്ട് നിന്ന് സ്നിഫ് ചെയ്താലേ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. അതും ഈവൻ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ നമ്മളൊക്കെ മഴക്കാലാണ്, ഈ ഒരു കാലത്ത് പോലും യൂസ് ചെയ്തിട്ട് ഇത് അത്ര അധികം പെർഫോം ചെയ്യുന്നില്ല. പക്ഷേ അർമാനി കോഡ് പൊതുവേ ലൈറ്റ് പെർഫ്യൂം ആണ്. നമ്മളൊരു 4 hours ലെവലിലേക്കാണ് പൊതുവേ അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻസ് ഒക്കെ കാണാറുള്ളത്. പക്ഷെ അത്രയും പോലും പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അങ്ങനെ പൊതുവേ ഇൻസ്പയർഡ് പെർഫ്യൂംസിന്റെ ഒരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ, ഇൻസ്പയർഡ് പെർഫ്യൂംസ് മോസ്റ്റ്ലി ഒറിജിനലിനേക്കാളും ലാസ്റ്റ് ചെയ്യുന്ന ഇൻസ്പയർഡ് ആയിരിക്കും. ഈ ജനറിക് ആയിട്ടുള്ള വൈൽഡ് സ്റ്റോൺ ഡെൻവർ അങ്ങനത്തതല്ല, അല്ലാതെ ഇതുപോലെ വരുന്ന പെർഫ്യൂംസിനെല്ലാം ഒരു ക്വാളിറ്റി കാണാറുണ്ട്. പക്ഷെ ഇതെന്തോ ഒരിത്തിരി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു കാര്യത്തിൽ. അപ്പൊ എനിക്ക് തോന്നിയത് ഇത് ഫ്രാഗ്രൻസ് നല്ലതാണ്, പെർഫോമൻസ് തീരെയില്ല. ഒരു 30 to 40 മിനിറ്റ്സിനുള്ളിലുള്ള ഒരു പ്രൊജക്ഷൻ, അവിടുന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാധനം ഫെയ്ഡായി പോകുന്നുണ്ട്. ഇനി കുറച്ച് കൂടുതലൊക്കെ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഒരു 2 hours വരെയൊക്കെ നിന്നേക്കാം. ഞാൻ അത്രയും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടില്ല. കാര്യം ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര വീക്കറായിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് എന്നുള്ളത്. അപ്പോൾ ഫ്രാഗ്രൻസ് അതാണ് ഒരു വെനില, എന്താ പറയുക, ലാവൻഡർ കൈൻഡ് ഓഫ് ഒരു മിക്സഡ് ഒരു ഫ്രാഗ്രൻസ് ആണ്. ഒരുവിധ ആളുകൾക്കൊക്കെ ഇഷ്ടമാകുന്ന വൈബ് തന്നെയാണ്. പക്ഷേ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്യാവുന്നതാണ്. So anyways, that's all about this video. Thanks for watching.